ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് ഒരു മികച്ച യൂട്യൂബ് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പലർക്കും യൂട്യൂബ് ചാനൽ പുതിയതായിട്ട് തുടങ്ങാൻ നേരത്ത് എങ്ങനെ നമ്മൾക്കൊരു തംബ്നെയിൽ നല്ല രീതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറേ യൂട്യൂബിലെ എഡിറ്റിംഗ്, യൂട്യൂബിലെ ഓഡിയോയിലെ നോയ്സ് എങ്ങനെ കളയാം, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം, ഇങ്ങനെയൊക്കെ കുറേ സംശയങ്ങൾ ഉള്ളതുകൊണ്ട് പലരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് അനായാസം തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം, അതും ഒരു ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടൂളാണ്. കാരണം നിങ്ങളുടെ തംബ്നെയിൽ എത്രമാത്രം അട്രാക്റ്റീവ് ആണോ അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കൂടുതൽ ക്ലിക്സും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, തംബ്നെയിൽ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ പലർക്കും ഒരു സംശയം ഉണ്ടാവും. തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്തെ അതിനൊരു സെപ്പറേറ്റ് ഓപ്ഷൻ ഉണ്ട്, തംബ്നെയിൽ മാത്രമായിട്ട് ആഡ് ചെയ്യാൻ. അതൊരു ഇമേജാണ്. അപ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി തംബ്നെയിൽ ആയി അറ്റാച്ച്ഡ് ആവും നിങ്ങളുടെ വീഡിയോയിൽ. ഇനി അടുത്തത്, നോർമലി യൂട്യൂബ് തംബ്നെയിലിൻ്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1280x720 പിക്സലാണ് യൂട്യൂബ് തംബ്നെയിൽ സൈസ്. പിന്നെ തംബ്നെയിലിൽ വേറെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ എന്താണ്, നിങ്ങളുടെ തീം എന്താണ്, അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ തംബ്നെയിൽ നിങ്ങൾക്ക് അറ്റാച്ച് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ഒരു സെപ്പറേറ്റ് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും. അടുത്തത് നമ്മൾ പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തംബ്നെയിൽ നിങ്ങളുടെ ഫോട്ടോ കൊടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. ഇതൊക്കെയാണ് തംബ്നെയിലിൻ്റെ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം, എങ്ങനെ നമ്മൾക്ക് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ കയറേണ്ട സൈറ്റ് canva.com. നമ്മൾക്ക് മൊബൈലിലായാലും കയറാം, നിങ്ങൾക്ക് ഡെസ്ക്ടോപ്പ് വ്യൂവിൽ കയറി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ക്യാൻവ സൈറ്റിൽ കയറിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ഓപ്ഷനാണ് കാണുന്നത്, സ്റ്റാർട്ട് യുവർ ഫ്രീ പ്രോ ട്രയൽ, ഗെറ്റ് ക്യാൻവ ഫ്രീ. അപ്പോൾ ഞാനിവിടെ ഗെറ്റ് ക്യാൻവ ഫ്രീ ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ അതിന് ഇൻ്റർഫേസ് കാണാം. ഒരുപാട് ഓപ്ഷൻസുകൾ നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട യൂട്യൂബ് ബാനർ, യൂട്യൂബ് തംബ്നെയിൽ, ഇൻഫോഗ്രാഫിക്, പോസ്റ്റർ, ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇനിയും ഒരുപാട് ഓപ്ഷൻസുകൾ കാണാം. പ്രസൻറ്റേഷൻ, ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് കവർ. അപ്പോൾ ഞാനിവിടെ താഴേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഞാൻ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്ത 1-2 തംബ്നെയിൽസ് ഹിസ്റ്ററി ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡയറക്റ്റ് ഒരു സെർച്ച് ബോക്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം ടെംപ്ലേറ്റ്സ്. ഞാനിവിടെ യൂട്യൂബ് തംബ്നെയിൽ നിന്ന് സെർച്ച് ചെയ്യാണ്. ഓൾറെഡി യൂട്യൂബ് ഇൻട്രോ, യൂട്യൂബ് തംബ്നെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ തംബ്നെയിൽ ചൂസ് ചെയ്യാണ്. തംബ്നെയിൽ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ടെംപ്ലേറ്റ്സുകൾ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽസും ഉണ്ട്, പ്രോ ആയിട്ടുള്ള തംബ്നെയിൽസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള തംബ്നെയിൽ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ സെർച്ച് ബോക്സ് ഉണ്ട്. ഇപ്പോൾ ഞാനൊരു തംബ്നെയിൽ ചൂസ് ചെയ്തു. ഈ ഒരു തംബ്നെയിൽ ഫ്രീ ആണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രോ എന്ന് പറഞ്ഞ് കാണുന്നത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഈ ഒരു തംബ്നെയിൽ ഹൗ ടു മേക്ക് മണി ഓൺലൈൻ ഇതാണിപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, മുകളിലൊരു സെർച്ച് ബോക്സ് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ഏത് കാറ്റഗറി ആണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ, ഇപ്പോൾ സ്പോർട്സ് ആണെങ്കിൽ അത്, ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അത്, ആ ഒരു എന്താ പറയുക തംബ്നെയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ബിസിനസ് എന്ന് കൊടുക്കാം ഉദാഹരണത്തിന്. അപ്പോൾ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട ഫ്രീ ആയിട്ടുള്ള ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്ക് കുറേ കിട്ടും. വേറെ ആളുകൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ്സ് ആണ്, നമ്മളത് എഡിറ്റ് ചെയ്താൽ മാത്രം മതി, നമുക്ക് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ കണ്ട ഇതിലൊരുപാട് ടെംപ്ലേറ്റ്സുകൾ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ ഞാൻ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ്സ് ചൂസ് ചെയ്യാം. ഹൗ ടു മേക്ക് എ യൂട്യൂബ് തംബ്നെയിൽ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൽ. ഞാനപ്പോൾ ഈ ഒരു തംബ്നെയിലാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് തംബ്നെയിൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഇമേജും ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു
ഓപ്ഷൻസ്, ഇതിൻ്റെ ഒരു ഇൻ്റർഫേസ് നമുക്ക് പരിചയപ്പെടാം. ഇടതുവശത്തായിട്ട് നിങ്ങൾക്ക് ടെംപ്ലേറ്റ്സ് എന്ന് കാണാം. ടോപ്പിൽ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഓരോ യൂട്യൂബ് ടെംപ്ലേറ്റ്സുകളാണ്. നിങ്ങൾക്കിതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. താഴെ എലമെൻറ്റ്സ് കാണാം. ഇപ്പോൾ യൂട്യൂബ് തമ്മിൽ നിങ്ങൾ കാണാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ടെക്സ്റ്റ് മാത്രമല്ല അതിൻ്റെ ബാക്കിൽ പല ഷേപ്സ് ഉണ്ടാവും. ആ ഷേപ്പിലാണ് ആ ഒരു ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഷേപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ബെല്ലൈക്കൺ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ ഇവിടെ. അപ്പോൾ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ചിലത് പ്രീമിയം ആയിരിക്കും. ഈ ഒരു പ്രോ എന്ന് കാണുന്നത് പ്രീമിയം ആയിരിക്കും, അല്ലാത്തത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തത് അപ്ലോഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ്സിൽ നിങ്ങൾക്ക് മുകളിൽ അപ്ലോഡ് മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണാം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫയൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം. അതിന് താഴെ ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തേക്കുന്ന ഓരോ ഫോട്ടോകൾ കാണാം. അതിന് താഴെ ടെക്സ്റ്റ് കാണാം. ആഡ് എ ഹെഡിങ്, നിങ്ങൾക്ക് ഏറ്റവും ബിഗ് ആയിട്ടുള്ളൊരു ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. സബ് ഹെഡിങ് ആണെങ്കിൽ അതിന് താഴെയുള്ള ചൂസ് ചെയ്യാം. ഇവിടെ സ്റ്റൈൽസാണ്, പല രീതിയിലുള്ള സ്റ്റൈൽസുകൾ നമുക്കിതിൽ ചൂസ് ചെയ്യാം. അതിന് താഴെ ബാക്ക്ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഗ്രീൻ ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ക്ലിക്ക് ചെയ്ത പോർഷനിൽ മാത്രം ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ഇതൊരു ഫോട്ടോ രണ്ട് ഫോട്ടോ ആയതുകൊണ്ടാണ് മുഴുവനായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറാത്തത്. ഇപ്പോൾ ഇത് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് വീണ്ടും ആ ഗ്രീൻ കൊടുത്തു. എക്സാക്ട്ലി സെലക്ട് ആയിട്ടില്ല. ഓക്കെ, അങ്ങനെ നമ്മൾക്ക് ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇവിടെ ഈ ഫോട്ടോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആ കൊടുത്ത ബാക്ക്ഗ്രൗണ്ടാണ് മുഴുവനായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ ഓരോ കാര്യങ്ങൾ എലമെൻറ്റ്സാണ്. അപ്പോൾ ഞാനത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിതിൽ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാം തംബ്നെയിൽ. അപ്പോൾ അതിന് ഞാൻ ഒന്നുകൂടി ടെംപ്ലേറ്റ്സിലേക്ക് പോകുന്നു. അതിനുശേഷം ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ്സാണ് ചൂസ് ചെയ്യുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോ റിമൂവ് ചെയ്യുക. നമ്മളുടെ ഫോട്ടോ നമ്മൾക്ക് കൊടുക്കാം. ഈ ഒരു കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഇതെല്ലാം ഞാൻ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഞാൻ അപ്ലോഡ് എടുത്തു. അതിനുശേഷം എൻ്റെ ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തു. അത് ഇതിൻ്റെ താഴേക്ക് ഞാൻ കൃത്യം മിഡിലേക്ക് വെച്ചു. നിങ്ങൾക്ക് ഈ ഫോട്ടോ വലുതാക്കണമെന്നുണ്ടെങ്കിൽ വലുതാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് തന്നെ കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഈ ഇപ്പോൾ ബ്ലൂ ആയതുകൊണ്ടൊരു കോമ്പിനേഷൻ സ്യൂട്ട് ആവാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ക്ലിക്ക് ചെയ്തു ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ചെയ്യാണ്. ഇവിടെ ഈ ഒരു കളർ ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഇത് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ്. ഇനി നമ്മൾക്കിവിടെ നമ്മളുടെ ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഹൗ ടു മേക്ക് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ഒരു ടെക്സ്റ്റായിട്ടാണ് വന്നേക്കുന്നത്. അതിൻ്റെ സൈസ് നിങ്ങൾക്കിവിടെ കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മുകളിൽ. അതിൻ്റെ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇതിൽ കിടക്കുന്നത് ഈ ഒരു ഫോർമാറ്റിലാണ്. നിങ്ങൾക്കത് ഒരുപാട് ഫോർമാറ്റ്സിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓപ്പൺ സാൻസ് ബോൾഡാണ് കൊടുക്കുന്നത്. അത് കൊടുത്തപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറുതായി. ഇവിടെ സൈസ് ഞാൻ കുറയ്ക്കുകയാണ്. നിങ്ങൾക്ക് സൈസ് കുറയ്ക്കാം. ഇനി നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പതുക്കെ ഇത് മൂവ് ചെയ്ത് ആവശ്യത്തിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈസ് ഒന്നുകൂടി ഒന്ന് ഇത് മതിയാവും. ഇനി ഞാനിവിടെ യൂട്യൂബ് എന്ന് കൊടുക്കുക. എൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഫോണ്ട് ഒന്ന് മാറ്റാം. ഇവിടെ തംബ്നെയിൽ ഇതും പറഞ്ഞു കൊടുക്കാം.
അതിൻ്റെ ഫോർമാറ്റ് മാറ്റി സൈസ് ഒന്ന് കുറയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹൗ ടു മേക്ക് എ യൂട്യൂബ് തംബ്നെയിൽ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ചാനലിൻ്റെ ഐക്കൺ വേണമെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് എന്തും ചെയ്യാം. ഞാനിതിൽ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഇതൊരു നോർമൽ ടെക്സ്റ്റാണ്. ഇതിൻ്റെ പിറകു വശത്ത് നമ്മൾക്കൊരു ഷേപ്സോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്ക് ഷേപ്പ് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, സബ്സ്ക്രൈബ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഞാനിവിടെ എലമെൻറ്റ്സ് ചൂസ് ചെയ്തു. എലമെൻറ്റ്സിൽ ഞാനിവിടെ റെക്റ്റാങ്കിൾ ഒന്ന് സെർച്ച് ചെയ്യാണ്. ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ ഈ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്തു. ചെറുതാക്കുക. ഇവിടെയാണ് നമ്മൾ സബ്സ്ക്രൈബ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കുക. ഇനി നിങ്ങൾ ടെക്സ്റ്റ് ചൂസ് ചെയ്യുക. മിഡില് നമ്മൾക്ക് ചെറിയ സൈസ് മതി, അതുകൊണ്ട് മിഡില് ചൂസ് ചെയ്തു. ക്യാപിറ്റലിൽ സബ്സ്ക്രൈബ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് ബോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ആദ്യം തന്നെ ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് മൂവ് ചെയ്യുക. ഞാനിവിടെ സബ്സ്ക്രൈബ് കൊടുത്തു. നിങ്ങൾക്ക് ഈ ബോൾഡ് അമർത്താം. സെലക്ട് ചെയ്യുക. അതിന് ശേഷം ബോൾഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ റെഡ് ചൂസ് ചെയ്യാം. ബ്ലാക്കിനേക്കാളും നല്ലത് വൈറ്റ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ വൈറ്റ് ചൂസ് ചെയ്യാണ്. ഓക്കെ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സബ്സ്ക്രൈബിന് അവിടെ വാച്ച് നൗ, ഷെയർ ഇതെല്ലാം കൊടുക്കുക. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷെയർ എന്നുള്ളത് കൊടുക്കുകയാണ്. അതിൽ ആ റെഡ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു എലമെൻറ്റ്സ്, അതുകൊണ്ട് അത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം. രണ്ടാമത് ആ ഒരു കളർ ഞാൻ കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. അതിന് ശേഷം ഈ ടെക്സ്റ്റ് കോപ്പി ചെയ്തു, ടെക്സ്റ്റും കൂടി ഒന്ന് കോപ്പി ചെയ്യുകയാണ്. അതിനുശേഷം ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാണ്. Ctrl+C Ctrl+V യൂസ് ചെയ്യാം. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ലൈക്ക് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലൈക്ക് കൊടുത്തു. അപ്പോൾ ഇത്ര സ്പേസ് ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാം, തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു പ്ലെയിൻ ടെക്സ്റ്റാണ്. അതിന് താഴെ നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു. അതിന് പിന്നിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് കാണാം. ഇങ്ങനെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തംബ്നെയിൽ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി അതിന് ശേഷം നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതാണ്. ആ ഫയൽ നെയിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫയൽ എടുക്കുക. അതിന് ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ലാതെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് കാണാം. എഫക്ട്സ് ഉണ്ട് ഇവിടെ. നമ്മൾക്ക് ടെക്സ്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് പല രീതിയിലേക്ക് മാറ്റി. അതിനുശേഷം അനിമേറ്റിലാണ് നമുക്ക് ടെക്സ്റ്റ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. പല രീതിയിൽ നിങ്ങൾക്ക് ഇൻട്രോ വീഡിയോസിനൊക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് തംബ്നെയിൽ ആയതുകൊണ്ട് ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ പരിചയപ്പെടുത്തി തന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഫയൽ ഡൗൺലോഡ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിപ്പോൾ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്, കാരണം ഞാനിവിടെ അനിമേഷനാക്കി ചൂസ് ചെയ്തേക്കുന്നത് കൊണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു അനിമേഷൻ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഫയൽ എടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾക്ക് വേണ്ടത് തംബ്നെയിലായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ JPG ചൂസ് ചെയ്തത്. ഞാനത് ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത ഫയൽ നമ്മൾക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത തംബ്നെയിൽ. വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും അനായാസമായിട്ട് തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം,
യൂട്യൂബ് തംബ്നെയിൽ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് വേണ്ടി ഒരുപാട് സമയവും അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ള തോന്നൽ കാര്യങ്ങളൊന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് ആർക്കും തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ തംബ്നെയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് റീച്ച് കിട്ടാൻ, നമ്മൾക്ക് നല്ല വ്യൂസ് കിട്ടാൻ, നമ്മളുടെ ലോഗോ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ തീം അനുസരിച്ചിട്ട് അത് അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ ചെയ്യാൻ, അതേപോലെ നമ്മൾക്ക് എന്ത് ചെയ്യാം എല്ലാവരും ആകർഷിക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഈ തംബ്നെയിലിൽ. അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ യൂട്യൂബിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അത് വലിയ ടാസ്ക് ആണെന്ന് ഓർത്ത്. അപ്പോൾ ഇതാണ്, മൊബൈലിലായാലും നിങ്ങൾക്ക് ചെയ്യാം, വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തുടർന്നും നമ്മളുടെ ഇതേപോലത്തെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളതും ടെക് റിലേറ്റഡ് ആയിട്ടുള്ളതും കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും നമ്മൾ ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.